ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഗെയിമിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വാട്ട് പോയിന്റ്സ് എടുക്കാം, എത്ര കാലം കൂടി ഇനി മൈനിങ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് ഇനി അപ്ഗ്രേഡ്സ്, എന്താണ് പുതിയ ഓപ്ഷൻസ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഗെയിമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗെയിമി എന്ന് പറയുന്ന പ്രൊജക്റ്റിനെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് ഷോർട്ടാക്കി ഒന്ന് പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ഗെയിമി എന്ന് പറയുന്ന ടെലഗ്രാം ബോട്ടിൽ നമ്മൾ മൈൻ ചെയ്യുന്ന ടോക്കണിൻ്റെ പേര് WP, അതായത് വാട്ട് ടോക്കൺ ആണ്. ഗെയിമിൽ ഫണ്ടിങ് ചെയ്തിരിക്കുന്ന കമ്പനീസ് ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ ബൈനാൻസ് ലാബ്സ്, അനിമോക്ക ബ്രാൻഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റി, ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ഇതുപോലുള്ള വളരെ വളരെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള കമ്പനീസാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നല്ല പ്രൊജക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പുതിയ അപ്ഡേറ്റ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഇൻ്റർഫേസ് ചേഞ്ച് ആയിട്ടുണ്ട്, കുറേ സിസ്റ്റങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു കാർ റേസ് അല്ലെങ്കിൽ ഒരു കാർ ഗെയിമിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് ഒരു മൈൻ മാത്രമായിരുന്നു, ബോറിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്കൊരു കാർ ഗെയിമിൻ്റെ ഒരു മൈനിങ് സെറ്റപ്പാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാനാണെങ്കിൽ ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ ടോക്കൺ എത്രയാണെന്ന് കാണാം. എൻ്റെ കയ്യിൽ 33,000 വാട്ടായി കഴിഞ്ഞു, WP ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു 310 ടോക്കൺ ഇവിടെ കാണാൻ പറ്റും. അതെന്താണെന്ന് നമുക്ക് പറയാം. അതിന് മുമ്പ് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാറിൻ്റെ അല്ലെങ്കിൽ മൈനിങ് സ്പീഡ് കൂട്ടണമെങ്കിൽ ആസ് യൂഷ്വൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യണം. 20 ഫ്രണ്ട്സ് നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സ്പീഡ് കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റും 60 എൻ്റെ എനർജി ഉള്ളത്. ഇതൊരു ഗെയിമിൽ തന്നെ ഈ 60 തീരും. അതുപോലെ തന്നെ നമുക്കിത് പേ ചെയ്തുകൊണ്ട് സ്റ്റാർ പേ ചെയ്തുകൊണ്ട് ഫുൾ ആക്കാൻ പറ്റും. അതൊന്നും ആരും ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. വീണ്ടും പേ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പ്ലേ ഗെയിം സ്റ്റാർട്ടായാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. ഒരു പർപ്പിൾ ടോക്കണും അതുപോലെ തന്നെ നമ്മുടെ WP ടോക്കണും കാണാൻ പറ്റും. ഞാനിപ്പോൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തത് ആദ്യം പർപ്പിൾ ടോക്കൺ മാക്സിമം കളക്ട് ചെയ്ത് ലിമിറ്റ് കൂട്ടാനാണ്. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ എന്തായാലും പർപ്പിൾ ടോക്കണാണ് മാക്സിമം കളക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ പോകുന്ന വഴിക്ക് നിങ്ങളുടെ എനർജി കുറയുന്ന കാണാം. മേലപ്പൻ്റെ 72 അങ്ങനെ കുറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് എത്ര വാട്ട് ടോക്കൺ എടുക്കണോ അത്രയും എടുക്കാം. അതുപോലെ തന്നെ പർപ്പിൾ ടോക്കൺ എടുക്കാം. നിങ്ങൾക്ക് സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ട്രാക്ക് മാറും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ടോക്കൺസ് എടുത്തു പോകാം. ജസ്റ്റ് ഒരു സിമ്പിൾ ഗെയിം കളിക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ടൈം മേലെ കുറയുന്നത് കാണാൻ പറ്റും. ഒരു യെല്ലോ ലൈൻ, ആ യെല്ലോ ലൈൻ തീരുമ്പോൾ നമുക്ക് ഈ ഒരു ഗെയിമും അവസാനിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഗെയിം ഇവിടെ ടൈം ഔട്ട് ആയിട്ടുണ്ട്. അതിനർത്ഥം ടൈം കഴിഞ്ഞു. ആ ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു ഗെയിമിൽ നിന്ന് 186 വാട്ട് പോയിന്റ്സും അതുപോലെ തന്നെ 1050 കോയിൻസും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ക്ലെയിം അടിച്ച് കഴിഞ്ഞാൽ ക്ലെയിം ആവും. നമുക്ക് മേലെ ക്ലെയിം ആയത് കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സ്റ്റാമിന മുഴുവനായിട്ടും കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് 30 കിട്ടും. ഓക്കെ, 30 എനർജി കിട്ടും. അതായത് 30 സെക്കൻഡ് കളിക്കാം. നമുക്ക് 60 കിട്ടുകയാണെങ്കിൽ 60 സെക്കൻഡ്, അതായത് 1 മിനിറ്റ് കളിക്കാം. അങ്ങനെ ഓരോ മണിക്കൂറിലും നിങ്ങൾക്ക് 30 സെക്കൻഡ് വെച്ച് ഈ ഒരു ഗെയിം കളിച്ച് നിങ്ങൾക്ക് ഈ ഒരു വാട്ട് ടോക്കൺസും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പോയിന്റ്സും കളക്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എത്രയോ മെച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം 1, 2 നമുക്ക് ഓരോ 8 മണിക്കൂറിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഓരോ മിനിറ്റിൽ നമുക്ക് 10, 30 എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്തിനാണ് ഈ ഒരു ടോക്കൺ നോക്കുകയാണെങ്കിൽ ഇവിടെ അപ്ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിമിറ്റ് കൂട്ടാൻ പറ്റും. എന്ന് വെച്ചാൽ എൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 202 WP per hour ആണെന്ന് വെച്ചാൽ 202 WP എനിക്ക് ഒരു മണിക്കൂറിൽ കയറും. ഓക്കെ, പക്ഷേ എൻ്റെ ലിമിറ്റ് ആ WP സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ 38 മാത്രമാണ്. 38 WP മാത്രമേ എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഞാൻ എപ്പോഴും വന്ന് കളക്ട് ചെയ്യേണ്ടി വരും. അതിനെന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താകും, ആ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമ്മുടെ സ്റ്റോറേജിന് കൊള്ളുന്ന എമൗണ്ട് ഓഫ് WPയും കൂടും. ഞാനിവിടെ അപ്ഗ്രേഡ് ചെയ്യാണ്. എൻ്റെ എന്ന് പറഞ്ഞാൽ കറണ്ട് WP എന്ന് പറഞ്ഞാൽ 38 38 WP എനിക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഞാൻ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 370 ടോക്കൺസ് കൊടുത്ത് പോയിൻറ്റ്സ് കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് കൂടും. ഓക്കെ, 40ലേക്ക് കൂടും. അപ്പോൾ 40ലേക്ക് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പ്രാവശ്യവും എനിക്ക് 40 ആകുമ്പോൾ കളക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളുടെ സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടിക്കറ്റ് യൂസ് ചെയ്ത പോലെയാണ് നമുക്ക് ഈ ഒരു പോയിൻറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്രാവശ്യം ടിക്കറ്റ്സിന് വലിയ യൂസ് ഒന്നും ഇല്ല. ജസ്റ്റ് കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്യുക, അങ്ങനത്തെ വേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ടിക്കറ്റ്സിന് വലിയ കാര്യമൊന്നും ഇപ്രാവശ്യം ഇല്ല. ഓക്കെ, നിങ്ങൾ ഇതുവരെ മൈൻ ചെയ്ത നിങ്ങളുടെ ടോട്ടൽ ബാലൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വാട്ട് ഡ്രോപ്പ് എന്ന് പറയുന്ന സെക്ഷനിൽ വന്നാൽ നിങ്ങൾക്ക് വാട്ട് പ്രോട്ടോക്കോളിൽ എത്ര പോയിന്റ്സ് ഉണ്ട്, 2 3 സീസൺസ് ഇപ്പോൾ മൈൻ ചെയ്തു. അപ്പോൾ മൈൻ ചെയ്ത സീസണിൽ മൊത്തം നിങ്ങൾക്ക് എത്ര കോയിൻ ഉണ്ട് എന്നുള്ള കാര്യം അല്ലെങ്കിൽ പോയിന്റ്സ് ഉണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വാലറ്റ് എന്ന് പറയുന്ന സെക്ഷൻ കാണാം. വാലറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ടോൺ വാലറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ടോൺ വാലറ്റ്, ടെലഗ്രാം വാലറ്റോ മൈറ്റോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോൺ കീപ്പറോ ഏത് ടോൺ വാലറ്റ് ആയാലും കുഴപ്പമില്ല, ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കുക. ഈ ഒരു വാലറ്റിലേക്ക് തന്നെയാണ് എയർ ഡ്രോപ്പ് കിട്ടുക എന്നുള്ള കാര്യം കൺഫേം അല്ല. നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഇനി പുതിയൊരു വാലറ്റ് കണക്ഷൻ വന്നേക്കാം എയർ ഡ്രോപ്പിൻ്റെ ടൈം ആകുമ്പോൾ. ഇപ്പോൾ നമുക്ക് ഇവിടെ സ്പിന്നിംഗ് വീലിൽ നിന്ന് കിട്ടുന്ന ബാക്കിയുള്ള ബാലൻസുകളൊക്കെ വിഡ്രോ ചെയ്യാനാണ് ആ ഒരു വാലറ്റ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന സംശയമാണ് എത്ര കാലം കൂടി മൈനിങ് ഉണ്ടാവും എന്നുള്ളത്. ഞാൻ പറയുകയാണ്, തിരക്കുള്ളവർ ഒരിക്കലും ഇത് മൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ഷമയുള്ളവർക്കുള്ളതാണ് ഈ ഒരു മൈനിങ്. കുറച്ച് സമയം എടുക്കും. സമയം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ വലുതായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഡോഗ്സിലൊക്കെ ജോയിൻ ചെയ്യുക. ഡോഗ്സിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക. അത് അടുത്ത മാസം തന്നെ ലിസ്റ്റ് ആകുമെന്ന കാര്യം കൺഫേം ആണ്. ഡോഗ്സിൽ ജോയിൻ ചെയ്യുക, ഡെയിലി റിവാർഡൊക്കെ കളക്ട് ചെയ്യുക, എന്നിട്ട് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ നോക്കുക. ഇതുപോലുള്ള മൈനിങ് ഒക്കെ സമയം എടുക്കും, വലിയ റിവാർഡ് കിട്ടുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് റിവാർഡ്സ് വേണമെന്ന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഡോഗ്സ് കോയിനിൽ ജോയിൻ ചെയ്യുക. ജസ്റ്റ് പണിയൊന്നുമില്ല, ജോയിൻ ചെയ്യുക. നിങ്ങൾ ടെലഗ്രാം അക്കൗണ്ട് ജസ്റ്റ് കണക്ട് ചെയ്യുക. ടെലഗ്രാമിൻ്റെ ഏജ് അനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും. എത്ര പോയിന്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടും വലുതായിരിക്കും. ജസ്റ്റ് ജോയിൻ ചെയ്താൽ മാത്രം മതി. പിന്നീട് ഡെയിലി ലോഗിനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതെല്ലാം ഡെയിലി ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലോഗിൻ ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ മടിയുള്ളവരും പെട്ടെന്ന് കിട്ടണമെന്ന് താല്പര്യമുള്ളവരും തീർച്ചയായിട്ടും ഡോഗ്സിലും ജോയിൻ ചെയ്യുക. ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം, വീഡിയോസും ചെയ്യാം. അപ്പോൾ അത് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്ത് വെക്കാൻ മറക്കാതെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.